ശൈലജ ടീച്ചറെ കൊല്ലാനാണോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശ്രമം എന്ന ചോദ്യങ്ങൾ ഉയരുകയാണ്. കാരണം അവരെ എവിടെയാണ് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. ഒന്നാം പിണറായി മന്ത്രിസഭയിലെ ഏറ്റവും പ്രധാന വകുപ്പ് കൈകാര്യം ചെയ്തൊരു മന്ത്രി, അവർക്ക് വലിയ ജനസ്വീകാര്യത ലഭിച്ചു. 2021 കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷം അവർ നേടി. ഇതൊന്നും പിണറായി അത്രയധികം വല്ലാത്ത രീതിയിൽ അസ്വസ്ഥതപ്പെടുത്തി എന്നത് തന്നെയാണല്ലോ യാഥാർത്ഥ്യം. അതായത് ശൈലജ ടീച്ചറും പിണറായിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ആരംഭിക്കുന്ന ഇവിടെ നിന്നല്ല. 2016 ഇലക്ഷനിൽ വിജയിച്ച് അവർ ആരോഗ്യമന്ത്രിയായി പിണറായി വിജയൻ്റെ ഓഫീസിൽ ചെന്ന് പിണറായിനെ വിളിച്ചത് വിജയേട്ട എന്നാണ്. മുഖ്യമന്ത്രി ആയ പിണറായി വിജയനായി മാറിയിരുന്നു. അപ്പം പിണറായി പറഞ്ഞത്, ഞാൻ പഴയ വിജയേട്ടനല്ലത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്, സർ എന്ന് വിളിച്ചിട്ട് വേണം സംസാരിക്കാൻ എന്ന് അദ്ദേഹം പറയുകയാണ്. അന്ന് മുതൽ ഈ അധികാരത്തിൻ്റെ മത്ത് തലയിൽ കയറി ഭ്രാന്തായി മാറിയ പിണറായി വിജയൻ നോട്ടപ്പുള്ളിയാണ് ശൈലജ ടീച്ചർ. ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി എന്ന നിലയിൽ കാണിച്ച സ്തുത്യർഹമായ സേവനത്തിൻ്റെയും പ്രചരണത്തിൻ്റെയും ഫലം കൂടിയാണ് 2021 ഇലക്ഷനിൽ LDF വിജയിക്കാൻ കാരണം. അത്രയ്ക്കും പെർഫെക്റ്റായിട്ട് അവർ ഓടി നടന്ന് എവിടെയൊക്കെ ആരോഗ്യ മേഖലയിലുണ്ടോ ആ മേഖലയിലുള്ള കാര്യങ്ങൾ പരിഹരിച്ച് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. കിറ്റ് പോലെയുള്ള സാധനങ്ങൾ, കിറ്റും അതേപോലെയുള്ള അന്നത്തെ പല സാമഗ്രികളും കോവിഡ് സമയത്ത് പിണറായി വിജയൻ തന്നെ നേരിട്ട് ടെൻഡർ പോലും വിളിക്കാതെ ഓർഡർ വാങ്ങിയതിൻ്റെ പേരിൽ 50 കോടിയുടെ അഴിമതി കഥകളിലും അവർ വന്നിട്ടുണ്ട്. അവരെ തലയിലേക്കാണ് പോകണമെങ്കിൽ അത് പിണറായി വിജയൻ നേരിട്ടാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങൾ എനിക്ക് നേരിട്ടറിയാം. കാരണം കുടുങ്ങുന്ന ആരാണ്? പിന്നെ ഇവരാണ് ശൈലജ ടീച്ചറാണ്. അതിന് ശേഷം 2021 ഇലക്ഷനിൽ ഇവർ ജയിച്ചത് എത്ര വോട്ടിനാണ്? 60,000 വോട്ടിനാണ് വിജയിച്ചത്. കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരാൾ കിട്ടിയിട്ടുണ്ടാവുക. പിണറായി വിജയന് 52,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമേ കിട്ടിയിട്ടുള്ളൂ. ധർമ്മടത്തുനിന്ന്, മട്ടന്നൂരിൽ നിന്നാണ് 60,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തോടുകൂടി ശൈലജ ടീച്ചർ. അതിനർത്ഥം എന്താണ്? ശൈലജ ടീച്ചർക്ക് അത്രയ്ക്കും ജനസ്വീകാര്യത ഉണ്ടെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ശൈലജ ടീച്ചറുടെ മികവിൽ കൂടിയാണ് 2021 പിണറായി വിജയൻ വീണ്ടും അധികാരത്തിൽ വരുന്നത്. പക്ഷെ പിണറായി വിജയൻ ചെയ്തത് എന്താ? അവസാനം മന്ത്രിമാരെ നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് കൂടുമ്പോൾ അവസാനം പിണറായി വിജയൻ അങ്ങോട്ട് ഒരു ലിസ്റ്റ് കൊടുക്കുകയാണ്. ആ ലിസ്റ്റിൽ ആരാ ഉള്ളത്? ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത, കുഴലൂത്ത് മാത്രം നടത്തി പരിചയമുള്ള വീണ ജോർജിനെയാണ് ആരോഗ്യമന്ത്രിയാക്കി മാറ്റിയത്. അപ്പം പിണറായി വിജയന് ഇവരോടുള്ള അസൂയയും അല്ലെങ്കിൽ തന്നേക്കാൾ വളർന്നു വരുന്ന ആളായി മാറിയിട്ടുണ്ട് ശൈലജ. മുഖ്യമന്ത്രി സ്ഥാനത്തിന് പോലും അർഹയായി അവർ ഭയങ്കര ജനസ്വീകാര്യത കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ അധികം താമസിയാതെ താൻ ഉദ്ദേശിക്കുന്ന പദ്ധതികളൊന്നും വിജയിക്കില്ല എന്ന് മനസ്സിലാക്കി ആണ് അവിടെ വീണ ജോർജിനെ മന്ത്രിയാക്കിയത്. വീണ ജോർജിനെ മന്ത്രിയാക്കിയത് വഴി കേരളത്തിലുണ്ടായിട്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നാട്ടിലെ മുഴുവൻ എല്ലാവർക്കും അറിയാം. ശസ്ത്രക്രിയ നടത്തുന്നവർക്കൊക്കെ സൗജന്യമായി കത്രിക കിട്ടുന്നത് മാത്രമല്ല, ഹോസ്പിറ്റലിൽ ഒരു സ്ത്രീയായ രോഗി ICUവിൽ കടന്നാൽ അവരെ ബലാത്സംഗം ചെയ്യുന്നു, ബലാത്സംഗം ചെയ്ത ജീവനക്കാരെ അടക്കം സംരക്ഷിക്കുന്ന നിലപാടുള്ള ഒരാളാണ് ഈ വീണ ജോർജ്. ഇപ്പൊ ഈ അതിലൊരു വിഷയം വീണ ജോർജ് തന്നെ പറയുന്നത്, പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് എന്നെ നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തുന്നത്? കാരണം ഈ കത്രിക കുടുങ്ങിയ വിഷയം എന്ന് പറയുന്നത് 2017 2021 നടക്കുന്നത്. അന്ന് മന്ത്രി എന്ന് പറയുന്നത് ഈ ശൈലജ ടീച്ചറാണ്. ശൈലജ ടീച്ചറാണ് എന്ന് അവർ പറയുന്നത്. ശൈലജ ടീച്ചറിലെ എൻ്റെ പേരിലൊന്നുമില്ല, കുഴപ്പമില്ല, ശൈലജ ടീച്ചറാണ് കുറ്റക്കാരി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ആരോപണം വന്നിരിക്കുന്നത് എപ്പോഴാണ്? ഈ പ്രശ്നം വന്നിരിക്കുന്നത് വീണ ജോർജ് അതിൻ്റെ സമയത്താണ് ആരോപണം പുറത്തു വന്നിരിക്കുന്നത്. ആ പുറത്തു വന്ന സമയത്ത് അവരെന്താ ചെയ്യേണ്ടത്? അവരെന്തൊക്കെ വാഗ്ദാനം ചെയ്തു? എന്തൊക്കെ ചെയ്തുവോ? കോഴിക്കോടുള്ള ആ കുട്ടിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തുവോ? അവർ സമരം നടത്തിയില്ലേ? തെരുവിൽ സമരം നടത്തേണ്ടി വന്നത് ആര് വഴിയാണ്? അവർക്കുള്ള ചികിത്സാ പൈസ ഉണ്ടായ നഷ്ടം കൊടുത്തു? ഇല്ല. കേസെടുപ്പിച്ചോ? ഇല്ല. ഒന്നും ചെയ്തില്ല. അവരൊക്കെ സംരക്ഷിക്കുകയാണ് ചെയ്തത് വീണ ജോർജ്. അത്രയുള്ള ആളാണ് അവർ നോക്കണ്ടേ? അപ്പൊ വീണ ജോർജ് എന്ന് പറയുന്ന ഒരു സംഭവത്തെ കൊണ്ടുവന്ന് കേരളത്തിൽ ഈ ആരോഗ്യരംഗം കംപ്ലീറ്റ് കുത്തഴിഞ്ഞതാക്കി, ഏറ്റവും മോശമാക്കി. മാത്രമല്ല, കണ്ണൂർ എയർപോർട്ടിൽ റെയിൽവേ സ്റ്റേഷൻ വെച്ചുണ്ടായുള്ള കാര്യം എന്താ? എത്ര പഠിച്ച കള്ളിയാണ് അവരെന്നുള്ളത് തെളിയിച്ചില്ല. 4-5 KSU കുട്ടികൾ സമരം നടത്തി അവിടെ ഒരു മുദ്രാവാക്യം വിളിച്ച തകർന്നു വീഴുന്നതാണ് അവരുടെ അടുത്ത്. സ്വാഭാവികമല്ലേ ജനാധിപത്യത്തിൽ? അവരെന്ത് ചെയ്ത്? അവരെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ, ആയുധം ഉപയോഗിച്ച് ആക്രമിച്ചു പറഞ്ഞപ്പോൾ ഈ അഭിനയിച്ച് ഹോസ്പിറ്റലിൽ കിടന്നില്ലേ?
പിണറായി വിജയൻ സന്ദർശിച്ചില്ലേ? അവരെന്തൊക്കെ വൃത്തിയായിട്ട് ഇങ്ങനത്തെ ഒരു തട്ടിപ്പുകാരിയെയാണ് പിണറായി വിജയൻ കൊണ്ടിറക്കുന്നത്. പകരം ശൈലജ ടീച്ചർ എങ്ങനെയായിരുന്നു? എപ്പോഴെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടോ? എനിക്കറിയാം, പല കോഴിക്കോട് മെഡിക്കൽ കോളേജുമായി എനിക്ക് അഭേദ്യമായ ബന്ധമാണുള്ളത്. ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് 40 ഏക്കർ സ്ഥലം ആ ഹോസ്പിറ്റലിന് കൊടുത്തിട്ടുണ്ട്. ആ ഹോസ്പിറ്റൽ ഉണ്ടാവുന്നതിന് അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്തൊരു പങ്കാളിത്തം ഉണ്ടല്ല. അവിടെ എന്ത് നടന്നാലും നമുക്ക് ഒരു വിഷമം ഉണ്ടാവും. ആ സ്ഥാപനം 10,000-കണക്കിന് രോഗികൾക്ക് ഗുണം ചെയ്യും എന്നുള്ള ഉദ്ദേശത്തോടിയിട്ടാണ് അത് ആ സ്ഥലം കൊടുത്തിരിക്കുന്നത്, അല്ലാതെ വെറുതെ കാണാൻ വേണ്ടിയിട്ട് കൊടുത്തതല്ല. ഇത്തരത്തിലുള്ള ആരോഗ്യമന്ത്രിമാർ ആലോചിക്കേണ്ട കാര്യം, ഇങ്ങനെയൊക്കെ കൊടുത്തതിൻ്റെ പിന്നിലുള്ള ആൾക്കാർക്ക് ഒരു ഉദ്ദേശമുണ്ട്. വീണ ജോർജിനെ പോലുള്ള ആളുകൾക്ക് തട്ടിപ്പ് നടത്താനും ഇതുപോലെയുള്ള അവിടെ തകർന്ന് തരിപ്പണമാകാൻ രോഗികൾക്ക് എല്ലാ തരത്തിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അതിലേക്കല്ല വിഷയം, നമ്മൾ ശൈലജ ടീച്ചറിലേക്കാണ്. ശൈലജ ടീച്ചർ കഴിഞ്ഞ തവണ ഈ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിന് മട്ടന്നൂരിൽ ജയിച്ച അവരെന്തിനാണ് ഇവിടെ കൊണ്ടിട്ടത്? ശരിക്കും അവര് മട്ടന്നൂര് തന്നെ നിർത്തിയാൽ വടകരയിൽ എന്തിനാ കൊണ്ടിട്ടത്? വടകരയിൽ കൊണ്ടിട്ടെന്ന് വെച്ചാൽ അവർ തോറ്റിട്ട് അവർക്ക് ജന പിന്തുണയില്ല, അവര് വളരെ പഴയ മാതിരി യാതൊരു ജനങ്ങളുമായി ബന്ധമില്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ അവരെ കൊണ്ടിട്ടത്. എത്ര നേതാക്കന്മാരുണ്ട്, അല്ലാതെ ഒരു MLA അല്ലേ, MP-മാരാവാൻ യോഗ്യതയുള്ള എത്രയോ വലിയ നേതാക്കന്മാർ മാർക്സിസ്റ്റ് പാർട്ടിയിലേ വെറുതെ ഇരിക്കുന്നില്ലേ? അവർക്കൊന്നും സ്ഥാനം കൊടുക്കട്ടെ. അവിടെ P ജയരാജൻ ഉണ്ട്, EP ജയരാജൻ ഉണ്ട്, MV ജയരാജൻ, ഇവരെ ആരെങ്കിലും കൊണ്ടിട്ടാ പോരെ? അവർക്ക് അത്ര വലിയ പബ്ലിസിറ്റി ഉണ്ടെന്നല്ലേ അറിയുന്നത്. അപ്പൊ അവരെയൊന്നും വെക്കാതെ ശൈലജ ടീച്ചറെ കൊണ്ടിട്ടിട്ട് കാഫിർ സ്ക്രീൻഷോട്ട് അടക്കമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി എല്ലാ തരത്തിലും അവരെ മോശപ്പെടുത്തി ഏറ്റവും ദയനീയമായി തോൽപ്പിച്ചു. അതിനുശേഷം ഇപ്പോൾ അവർക്ക് മട്ടന്നൂർ കൊടുക്കാതെ, മട്ടന്നൂർ അവർ 60,000 വോട്ടിന് ജയിച്ച് ജനങ്ങൾ സ്വീകരിച്ചിരുത്തിയ സ്ഥലമാണ്. അവർക്ക് എല്ലാ തരത്തിലും അവർക്ക് മന്ത്രിസ്ഥാനം തെറിപ്പിച്ചു. അവർ വടകരെ കൊണ്ടുപോട്ടെ, അവർ എല്ലാ തരത്തിലും ഒരു വർഗീയവാദിയാണെന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതിനുശേഷം അവസാനം എന്തായി? പേരാവൂർ കൊണ്ടിരിക്കുക. പേരാവൂർ എന്ന് പറയുന്നത് നമ്മുടെ സണ്ണി ജോസഫിന്റെ സിറ്റിംഗ് സീറ്റാണ്. മാത്രമല്ല ഇപ്പോഴത്തെ FCRA പ്രശ്നം ഏറ്റവും കത്തുന്ന മലയോര കർഷകരുള്ള ക്രിസ്ത്യാനികൾ ഏറ്റവും കൂടുതലുള്ള സ്ഥലമാണ്. ആ വോട്ട് കിട്ടുന്ന ആ ഏരിയയിൽ കൊണ്ടിട്ട് ഇവരെ തോൽപ്പിക്കുക. ഇവർക്ക് ജനങ്ങളുടെ യാതൊരു പിന്തുണയും ഇല്ല. ഇവര് അവിടെ ഇത്തവണത്തെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് 15,000 വോട്ടിന്റെ ഭൂരിപക്ഷം UDF അവിടെ ഉണ്ട്. ആ സ്ഥലത്ത് കൊണ്ടിട്ട് ഇന്നത്തെ അവസ്ഥയിൽ കഴിഞ്ഞ തവണ വടകര തോറ്റതിനെക്കാളും ദയനീയമായിട്ടായിരിക്കും തോൽക്കുക. അപ്പൊ അതിന് ഒരു ദയാവധം കൊടുത്തിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടെന്ന് അദ്ദേഹം പ്രചരണത്തിന്റെ ഭാഗം എന്നുള്ള പേരിൽ പേരാവൂർ പോയുള്ള വീഡിയോ ആണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തിട്ടുള്ളത്. കൈ പൊക്കുന്നത് നമ്മൾ ഇതിനകത്ത് കാണുന്നുണ്ട്, കൈ പൊക്കുന്നുണ്ട്, രണ്ടുപേരും കൂടെ കൈയൊക്കെ പിടിച്ച് പൊക്കി ആളുകൾ. അതിനുശേഷം അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ ഈ ശൈലജ ടീച്ചറെ വിജയിപ്പിക്കണം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അല്ലാതെ തന്നെ പിണറായി എവിടെയും പോയി പ്രസംഗിച്ചാൽ അവിടെ തോറ്റു എന്ന് കരുതിയാൽ മതി. അതിന്റെ കൂടെ എന്തെങ്കിലും 2 വോട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾ വിജയിപ്പിക്കണം എന്ന് പറയണ്ടേ? നോക്കൂ, ആ പ്രസംഗത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. പേരാവൂരിൽ നമ്മുടെ സ്ഥാനാർത്ഥി ശൈലജ ടീച്ചറാണെന്നും ശൈലജ ടീച്ചറെ വിജയിപ്പിക്കണം, നിങ്ങൾ കഠിനമായ പ്രയത്നം ചെയ്യണമെന്നും പറയേണ്ട ഒരു മര്യാദ അദ്ദേഹത്തിനുണ്ട്. ആ മര്യാദ കാണിക്കാത്തതെന്ന് മനസ്സിലാക്കാം. ഇദ്ദേഹം അവിടെ കൊണ്ടിട്ടിരിക്കുന്ന കൃത്യമായ മെസ്സേജ് അവിടെ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് കൊടുത്തിട്ടുണ്ട്, അവരുടെ ഗാംഗിൽപ്പെട്ടവർക്ക് കൊടുക്കുന്നുണ്ട്. തോൽപ്പിച്ചു വിടണം, അതായത് ദയാവധത്തിന് വേണ്ടി കൊണ്ടിട്ടിരിക്കുകയാണ്, കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ്. കൊല്ലുക എന്ന് പറയുന്ന രാഷ്ട്രീയത്തിൽ, നമ്മളെ രാഷ്ട്രീയത്തിൽ കൊല്ലുക എന്ന് പറയുന്ന ഒരു പരിപാടിയാണ് പിണറായി വിജയൻ ചെയ്തിട്ടുള്ളത്. ഇത് പിണറായി വിജയൻ ധാരാളം കാര്യങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് പലർക്കെതിരെയും. അതിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ വിദ്വേഷം കൊണ്ട് ഏറ്റവും നിൽക്കുന്നതിന് കാരണം എന്താ? ഇവരെ പിണറായിക്കാൾ ജനപിന്തുണയുള്ള നേതാവാണ് ശൈലജ ടീച്ചർ എന്നുള്ള കാര്യം. രണ്ടാമത്തത്, മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയ ശേഷം വീണ ജോർജിനെ കൊണ്ടാക്കിയിട്ട് സകലവും നശിപ്പിച്ചതായ ശേഷം ഇപ്പോൾ വീണ ജോർജിന് വേണ്ടി എല്ലാവരും മുറവിളി കൂട്ടുകയാണ്. ആ മുറവിളി കൂട്ടുമ്പോൾ വീണ ജോർജ് വരാൻ പാടില്ല, ശൈലജ ടീച്ചർ വരാൻ പാടില്ല. ഇവിടെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടും വീണ്ടും വീണ ജോർജിന് മത്സരിക്കാൻ അവസരം കൊടുത്തിരിക്കുകയാണെന്നുള്ളതാണ്. ശൈലജ ടീച്ചർക്ക് ആ അവസരം കൊടുത്തില്ല. അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട, അവർക്ക് ആറന്മുള സിറ്റിയിൽ പിണറായി വിജയൻ ഭർത്താവ് അയ്യോ പോവല്ല, ശബരിമലയിൽ മുമ്പ് ശ്രീനിവാസൻ ഒരു സിനിമയിൽ എന്താണ്, ശ്യാമള, എന്താ ശ്യാമളയാണ്, ചിന്താവിഷ്ട ശ്യാമളയിൽ ശബരിമലയ്ക്ക് പോവാണെന്ന് പറയുന്ന സമയത്ത് അയ്യോ അച്ഛാ പോവല്ലേ എന്ന് കുട്ടികൾ കൊണ്ട് പറയിപ്പിക്കുന്ന രംഗമുണ്ട്. അതേപോലെ പിണറായി വിജയൻ അവിടെ ഭർത്താവ് എന്ത് ചെയ്തു, ജോർജ് പറഞ്ഞു ഈ ബന്നി വീണ ജോർജ് മത്സരിക്കുന്നില്ല. അപ്പം പിണറായി വിജയൻ അവിടെ ചെന്നിട്ട് മത്സരിക്കുക എന്ന് പറയല്ലോ. അതേപോലെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന നാടകം. വീണ ജോർജ് എന്ന് പറയുന്ന ഒരാൾ ഇന്ന് കേരളത്തിലെ ഏറ്റവും ഒരു വൃത്തികെട്ട സ്ത്രീയായി മാറിക്കഴിഞ്ഞു. ഒരു അധികാര സ്ഥാനത്ത് ഇരിക്കാൻ കഴിവില്ലാത്ത,
ആരോഗ്യമന്ത്രിയായിരിക്കാൻ കഴിവില്ലാത്ത, ഒരു മന്ത്രിസ്ഥാനത്ത് പോയി ജീവിക്കാൻ കഴിവില്ലാത്ത, ഒരു MLA ആയിരിക്കാൻ പോലും കഴിവില്ലാത്ത, ജനങ്ങളോട് ധിക്കാരപരമായിട്ട് പെരുമാറുന്ന അവരെയും കൊണ്ടിട്ടാണ് പിണറായി വിജയൻ നടക്കുന്നത്. എന്തിനടിസ്ഥാനത്തിൽ? ഇപ്പുറത്തെ ശൈല ടീച്ചറെ ഒതുക്കാൻ വേണ്ടിയിട്ട്. അവസാനം എന്തായി? നാറിപ്പൊഴുത്തില്ലേ. എന്നിട്ടും ആറന്മുളയിൽ അവർക്ക് സീറ്റ് കൊടുത്തു. ഇപ്പുറത്ത് മട്ടന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവര് വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച സ്ഥലത്ത് അവരെ വെട്ടിമാറ്റി. എന്നിട്ട് പേരാവൂർ അവർ ദയാവധത്തിന് കൊണ്ടിട്ടിരിക്കുകയാണ്. ഇതാണ് പിണറായി വിജയൻ.